കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കിയതിൽ വിമർശനവുമായി ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. കെ സുധാകരൻ പങ്കെടുത്ത പരിപാടിയിലാണ് ശിവഗിരി മഠാധിപതി വിമർശനം ഉയർത്തിയത്. ആരോഗ്യ പ്രശ്നങ്ങളുടെ പേരിലാണ് സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്നും നീക്കിയത്. എന്നാൽ ദേശീയ അധ്യക്ഷനേക്കാൾ ആരോഗ്യം സുധാകരനുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. സുധാകരൻ നേതൃസ്ഥാനത്തു നിന്നും അർഹതപ്പെട്ട സ്ഥാനത്തു നിന്നും തഴയപ്പെട്ടു. കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ചിന്തിക്കണം. കെ സുധാകരൻ പ്രതിനിധീകരിക്കുന്ന സമുദായം മുച്ചൂടും തഴയപ്പെടുകയാണ്. 4 വർഷം മുമ്പ് രാഹുൽ ഗാന്ധി ശിവഗിരിയിലെത്തിയപ്പോൾ ഇക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. കേരളത്തിലെ ഭരണം ചില പ്രത്യേക സമുദായങ്ങളുടെ വൃത്തത്തിൽ ചുറ്റിക്കറങ്ങുകയാണെന്നും സ്വാമി സച്ചിദാനന്ദ വിമർശിച്ചു. 2-3 നേതാക്കളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നതെന്നും ശിവഗിരി മഠാധിപതി വിമർശിച്ചു. അതേസമയം ശിവഗിരി മഠാധിപതിയുടെ വിമർശനത്തിൽ കെ സുധാകരൻ പ്രതികരിച്ചില്ല. മഠാധിപതിയുടെ അഭിപ്രായം അദ്ദേഹത്തിന്റെ മാത്രമാണെന്നായിരുന്നു കെ സുധാകരന്റെ പ്രതികരണം. കെ സുധാകരനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റിയപ്പോൾ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും ഇതേ വിമർശനം നടത്തിയിരുന്നു. സുധാകരൻ ഈഴവനായതുകൊണ്ടാണ് കോൺഗ്രസ് അദ്ദേഹത്തെ മാറ്റിയതെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. ഈ വിമർശനം പല വേദികളിലും അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കോൺഗ്രസിൽ അന്നുണ്ടായിരുന്ന ധാരണയനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ മാറ്റിയിരുന്നതിനെയും വെള്ളാപ്പള്ളി വിമർശിച്ചു. കോൺഗ്രസിൽ ഈഴവ സമുദായ അംഗങ്ങൾക്ക് വേണ്ടത്ര പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു. എന്നാൽ വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തോടും കെ സുധാകരൻ പ്രതികരിച്ചിരുന്നില്ല. സുധാകര വിഷയം ചൂണ്ടിക്കാട്ടി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കോൺഗ്രസിനോടുള്ള നീരസം പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ശിവഗിരി മഠാധിപതിയും ഇതേ രീതിയിൽ പ്രതികരിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. ശബരിമല സമ്മേളനം മുതൽ NSS നേതൃത്വവും ഇടത് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇവിടെ പ്രസക്തമാണ്. 2 പ്രബല സമുദായങ്ങളുടെ പിന്തുണ ഇല്ലാതായാൽ തെരഞ്ഞെടുപ്പിൽ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും ഉണ്ടാവുക.